എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അരി കുതിർക്കുകയൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അപ്പവും കൂടെ നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് അപ്പം പത്തിരിനുള്ള പൊടിയൊക്കെ പാക്കറ്റ് വരികയല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അത് 1 ഗ്ലാസ് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 1/2 ഗ്ലാസോളം അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് ഉപ്പുമാവ് റവ സൂചി കിട്ടിയാൽ നമുക്കത് ചെറിയത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തവിയോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം എല്ലായിടും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പൊടി ശരിക്കും നനഞ്ഞു വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിന് ആഡ് ചെയ്യണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളത്തോളമായി. ഇതിന് റവയുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ കണക്കൊക്കെ മാറി വരും, ഒരുപോലെ ആകണമെന്നില്ലല്ലോ. അപ്പം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിനെയും റവയൊന്ന് കുതിരാനായിട്ടൊക്കെ വയ്ക്കാം. ഇപ്പോൾ രാവിലെ നമുക്ക് അരി വെള്ളത്തിൽ ഇടുകയോ അല്ലെങ്കിൽ ഇതിനെ കപ്പി കാച്ചുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി അത് ഒന്നൊരു മിക്സഡ് ജാറിലിട്ട് അരച്ചെടുക്കാം. വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം എനിക്കിത് കറക്റ്റ് ആയിരുന്നുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. കുതിർത്തതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് അരച്ചെടുക്കാമല്ലോ. അരച്ചെടുത്ത മാവ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ജാറിൽ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. രാത്രി നമുക്ക് ഇപ്പോൾ അരച്ചൊക്കെ വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ മിക്സ് ആക്കി വെച്ചാൽ മതിയാവും. പിന്നെ ഈസ്റ്റ് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിരുന്നതാണ്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പും ചേർക്കും. പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, ഞാനിത് ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ മതിയാവും. നമുക്ക് രാവിലെ ഏത് സമയത്ത് വേണമെങ്കിലും അപ്പമൊക്കെ തയ്യാറാക്കാം. അടുത്ത ദിവസം രാവിലെ നമുക്കിനി ഇതിനുള്ള ഒരു കറി തയ്യാറാക്കാം. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, സവാള, ഇത്രയാണ് ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എളുപ്പമല്ലേ നമുക്ക് കറി ഉണ്ടാക്കാൻ. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില എല്ലാം ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നു, സവാള അരിഞ്ഞ് വെച്ചിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ചമക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല
ഇതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ട്രാൻസ്പെറൻ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇനി ആവശ്യമുള്ള പൊടികൾ 1/2 ടീസ്പൂൺ എരിവിന് ആവശ്യമുള്ളത് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ടേസ്റ്റ് കറികളെല്ലാം മാറിപ്പോവും. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പൊടി പച്ചവാസന പോയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ പഴുത്താണ് പെട്ടെന്ന് നമുക്കിത് വഴന്ന് കിട്ടും, അല്ലെങ്കിൽ ഇത് അരച്ച് ചേർത്താലും മതിയാവും. വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം, എത്ര ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, പൊടിച്ചൊക്കെ വെച്ചിരിക്കുന്ന കിഴങ്ങ്, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു പിടി മല്ലിയില ഒന്ന് തൂവി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതെല്ലാം ചേർന്ന് വരും നല്ലതായിട്ട്. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ വരും മല്ലിയിലയൊക്കെ കൂടി ചേർന്നിട്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ കറി തയ്യാറായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ചേർന്നൊരു കറി. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും എല്ലാം നല്ലൊരു കറിയാണിത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് മാവ് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അപ്പത്തിൻ്റെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിൽ. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് അപ്പം തയ്യാറാക്കാം. ഇപ്പം തന്നെ നമുക്ക് ഹോൾസൊക്കെ വന്ന് നല്ല ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് ഹോൾസൊക്കെ നിറയെ വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നല്ല സോഫ്റ്റായിട്ടുള്ള മുരിഞ്ഞപ്പം, മുരിഞ്ഞല്ല, നമുക്ക് കുറേ കൂടെ സോഫ്റ്റ് ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇതിവിടെ അങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളിത് തയ്യാറാക്കുന്നത്, കുറച്ച് മൊരുവായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ അപ്പം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. രാവിലെ എളുപ്പമല്ലേ ഇനി. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വിടണേ, എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.